എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാക്കുകൾ കേൾക്കാൻ ജനങ്ങൾ ഇങ്ങനെ വരുന്നത്? ഈ ജാഥയിൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ജനങ്ങളോട് കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDFിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ക്ഷേമ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഇനി വരാനിരിക്കുന്ന LDF ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് ജനങ്ങൾ LDFിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും എന്നാണ്. എല്ലാ ദിവസവും രാവിലെ ജാഥ ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രതിനിധികളുമായൊരു ചെറിയ ചർച്ച നടത്താറുണ്ട്. എല്ലാവരെയും ഇത്രയധികം ആളുകളെ ഒരുമിച്ചിരുത്തി ചർച്ച നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രതിനിധികളെ കുറച്ച് പേരെ ഇരുത്തി ഒരു ചർച്ച തുടക്കത്തിൽ നടത്തുന്നത്. അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ആശാ വർക്കർമാരും കർഷക തൊഴിലാളികളും കൃഷിക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യവസായികളും വ്യാപാരികളും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ അടങ്ങുന്ന ഒരു സദസ്സാണ്, ഒരു ചെറിയ സദസ്സാണ് ആ ചർച്ചയ്ക്ക് തയ്യാറായിട്ട് വരുന്നത്. അവർ ഈ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇടുക്കി ജില്ലയിലും ഇന്ന് രാവിലെ അത്തരത്തിലുള്ള ഒരു ചർച്ച നടന്നു. ഒരുപാട് കാര്യങ്ങൾ ആ ചർച്ചയുടെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെ ജാഥയുടെ മുമ്പാകെ അവരെല്ലാം വെച്ചിട്ടുണ്ട്, അതെല്ലാം കുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാനുണ്ടെങ്കിൽ എഴുതി തയ്യാറാക്കി LDFിനെ ഏൽപ്പിക്കാം എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഇരിക്കുന്ന സഹോദരങ്ങളായാലും ശരി, പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഗവൺമെൻറ്റിന് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും. നമ്മൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ജീവിത നിലവാരം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കേരളത്തിലെ ജനങ്ങളെല്ലാം സമ്പന്നരായി എന്നോ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നോ അല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ചെറുതോണിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവനവൻ്റെ കുടുംബത്തിൽ ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതെല്ലാം പരിഹരിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതായിരുന്നില്ല നമ്മുടെ ജീവിതാവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ്. 1940കളിലും 50കളിലും എല്ലാം കൊടും പട്ടിണിയായിരുന്നു നമ്മുടെ നാട്ടിൽ. ഈ മലയോര മേഖലയിലെല്ലാം തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇന്നത്തെ പോലെയല്ല. ഇന്നതിനെ നിയന്ത്രിക്കണമെന്ന് പറയാനെങ്കിലും സാധിക്കുന്നുണ്ട്. നമ്മൾ അറിയിക്കുമ്പോൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ആ മൃഗങ്ങളെ ഓടിക്കാനെങ്കിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പഴയ കാലത്ത് 30കളിലും 40കളിലും എല്ലാം കൃഷി ഇറക്കാൻ ചെന്ന ആളുകൾ തിരിച്ചു വന്നില്ലെങ്കിൽ വന്നില്ല എന്നതാണ്. ആരോടും പരാതി പറയാനില്ല. ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു. എത്രയോ പേരെ കാട്ടാനകൾ ചവിട്ടി കൊന്നിട്ടുണ്ട്, കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച് കൊന്നിട്ടുണ്ട്. പക്ഷേ ആരോടും പരിഭവമോ പരാതിയോ പറയാനില്ലാത്ത വിധം വളരെ വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു അന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. ആ പാവപ്പെട്ടവരുടെ പട്ടിണി എങ്ങനെയാണ് മാറിയത്? എങ്ങനെയാണ് നമ്മൾ വസ്ത്രം ഒന്നിനൊന്ന് മാറി ഒരു വസ്ത്രം മുഷിയുമ്പോൾ മറ്റൊന്ന് ധരിക്കാനുള്ളവരായിട്ട് മാറിയത്? എങ്ങനെയാണ് നമ്മളെല്ലാം കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ കഴിയുന്നവരായിട്ട് മാറിയത്? രോഗം വന്നാൽ ചികിത്സിക്കാൻ കഴിയുന്നവരായിട്ട് മാറിയത്? ഇക്കാണുന്നത് പോലുള്ള നല്ല റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നവരായിട്ട് മാറിയത്? ഇത് തനിയെ മാറിയതല്ല. ഇതൊരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റമാണ്. 1947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യ രാജ്യം ആ സമയത്ത് കുറേയേറെ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇന്ന് കാണുന്നത് പോലെ കേരളവും തമിഴ്നാടും ബംഗാളും ബീഹാറും ഒറീസയും ഒന്നും ആയിട്ടല്ല നിൽക്കുന്നത്. അതെല്ലാം ഏതൊക്കെയോ നാട്ടുരാജാക്കന്മാരും ജന്മികളും ഒക്കെ ചേർന്ന് ഭരിക്കുന്ന ഇടങ്ങളായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഭരണഘടന എഴുതി തയ്യാറാക്കി. ആ ഭരണഘടനയുടെ അടിസ്ഥാനം ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ് എന്ന് തീരുമാനിച്ചു. എല്ലാവരും മനസ്സിലാക്കണം, വോട്ട് ചെയ്യുന്ന 18 വയസ്സിന് മേലെയുള്ളവർ പ്രത്യേകിച്ചും എന്താണ് നമ്മുടെ നാട്, എന്താണ് നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയം, അതെങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. വർഗീയതയില്ലാത്ത നല്ല ജനാധിപത്യമുള്ള ഒരു രാജ്യമായി രാജ്യം മാറണമെന്ന് കരുതിയിട്ടാണ് ഇതൊരു ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക്കാണെന്ന് പറഞ്ഞത്. പരമാധികാര റിപ്പബ്ലിക്കാണെന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മുടെ പാർലമെൻറ്റ് തീരുമാനിക്കും ഇന്ത്യയുടെ കാര്യങ്ങൾ. അപ്പോൾ ആ പാർലമെൻ്ററി ഡെമോക്രസിക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു. അപ്പോഴാണ് രാജ്യം ഭരിക്കാൻ ചെറിയ ഘടകങ്ങളായി രാജ്യത്തെ മാറ്റണം. അതിന് ഇനി രാജാക്കന്മാരുടെ വാഴ്ചയല്ല വേണ്ടത്. അത് വളരെ ക്രൂരമായിരുന്നു.
ആ കാലത്താണ് കടുത്ത ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നത്. ഒരാൾക്ക് ഒരാളെ തൊട്ടുകൂടാത്ത കടുത്ത ജാതി ഭ്രാന്ത് നിലനിന്നിരുന്നു കേരളത്തിൽ എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുള്ള ശ്രീ സാബു പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു പേരിടാൻ പോലും അവകാശമില്ല. കുഞ്ഞുങ്ങളെയെല്ലാം വളർത്തിയെടുക്കാനുള്ള അവകാശമില്ല. അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ വളർന്നു കൊള്ളട്ടെ എന്ന് പറയുകയാണ്. നല്ലൊരു പേര് പോലും സാധാരണക്കാരൻ്റെ കുട്ടികൾക്കിടാൻ ജന്മിമാർ ഭൂവുടമകൾ സമ്മതിച്ചിരുന്നില്ല. അവരുടെ ഇല്ലത്തിൻ്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയാൽ എന്തെങ്കിലും ഒരു വൃത്തികെട്ട പേര് നിർദ്ദേശിക്കും. അത് ആ പേരും പേറി ജീവിതകാലം മുഴുവൻ കർഷക തൊഴിലാളി നടക്കേണ്ടിയിരുന്നു എന്നതാണ് വസ്തുത. ആ മുതുകൊടിഞ്ഞു പോയ മനുഷ്യരെ, മുട്ടുകാലിൽ ഇഴഞ്ഞ മനുഷ്യരെ, ഒരു തോർത്തുമുണ്ട് കാലിൻ്റെ മുട്ടിന് താഴെ താഴ്ത്തി ഉടുക്കാൻ പോലും അധികാരമില്ലാതിരുന്ന, ചെളിപുരുണ്ട വേഷത്തിൽ തന്നെ കിടന്നുറങ്ങുകയും ചെളിപുരുണ്ട വേഷത്തിൽ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കുകയും ചെയ്യേണ്ടി വന്ന ആ പാവപ്പെട്ട മനുഷ്യരെ ഇന്ന് കാണുന്ന മനുഷ്യരാക്കി മാറ്റിയത് ഇടതുപക്ഷമാണ്. AKGയുടെ ജീവിതകഥയിൽ പറയുന്നുണ്ട്, കർഷക സംഘം സംഘടിപ്പിക്കാൻ, ജന്മിമാരുടെ ചൂഷണത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി കൃഷിക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ എല്ലാവരും വയലിൽ നിന്ന് കയറി വന്ന അതേപോലെയാണ്. ഇന്ന് കർഷക സംഘത്തിൻ്റെ യോഗത്തിനായാലും കർഷക തൊഴിലാളിയുടെ, തോട്ടം തൊഴിലാളിയുടെ യൂണിയൻ്റെ യോഗത്തിനെല്ലാം പോകുമ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് വലിയ വില കൂടിയതല്ലെങ്കിലും കുറച്ച് വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് നമ്മൾ മീറ്റിങ്ങിന് പോകുന്നതും അമ്പലത്തിൽ ഉത്സവത്തിന് പോകുന്നതും പള്ളിപ്പെരുന്നാളിന് പോകുന്നതും ഒക്കെ. പക്ഷെ അന്ന് AKG കൃഷിക്കാരെ, കർഷക തൊഴിലാളികളെ വിളിച്ചു ചേർത്ത് സമരം ചെയ്താലേ രക്ഷയുള്ളൂ എന്ന കാലഘട്ടമാണ്. അങ്ങനെ വന്ന് എല്ലാവരും മുന്നിലിരുന്നു. അവരോട് AKG ആദ്യം ചോദിച്ചത് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ എന്നാണ്. അത് കേട്ട ഉടനെ പറഞ്ഞു അത്രേ, വേണ്ടമ്പ്ര, ഞാക്കതൊന്നും വേണ്ട. തമ്പ്രാനെന്ന് മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് നല്ല വെള്ളം മുണ്ടുടുത്തിയ ആളെ കണ്ടാൽ തമ്പ്രാൻ എന്നാണ് വിളിക്കുക. അപ്പോൾ AKG പറഞ്ഞു, തമ്പ്രാനല്ല, സഖാവ്. ആ പേര് നാക്കിന് വഴങ്ങാൻ കുറച്ച് പാടുപെട്ടു അവർ. ഇന്നത്തെ പോലല്ല, സഖാവ്. പറഞ്ഞു നോക്കി, സഖാവ്. AKG വിളിപ്പിച്ചു അവരെ കൊണ്ട്, സഖാവ്, നമ്മളെല്ലാം ഒരുപോലെയാണ്, സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ AKG അവരോട് ചോദിച്ചു, സ്വാതന്ത്ര്യം വേണ്ടാന്ന് പറഞ്ഞല്ലോ, എന്താന്ന് വെച്ചിട്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. അവർ പഠിച്ചിട്ടില്ല, അവർ മീറ്റിങ്ങുകൾക്ക് പോകാറില്ല, അവരെ ഒന്നും അറിയുന്നില്ല. അവർക്കാകെ അറിയുന്നത് അധ്വാനിച്ചുണ്ടാക്കുന്ന വസ്തുവകകളെല്ലാം ഈ ഭൂമിയുടെ ഉടമ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. അവരുടേതാണ് ഭൂമി. അവരുടെ ഭൂമിയിൽ അവരുടെ കാരുണ്യം കൊണ്ട് എവിടെയെങ്കിലും കുടില് കെട്ടി കഴിയുകയാണ്. എന്തെങ്കിലും കയർത്താൽ ആ കാരുണ്യം കൂടി ഇല്ലാതാകും. അവരെ അവിടെ നിന്ന് കുടിയിറക്കി വിടും എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷേ AKG പറഞ്ഞു, സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞു തരാം. 2 നേരം വയറ് നിറയെ ആഹാരം കഴിക്കാൻ കഴിയുന്ന ഒരു കാലം വരും, അതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. അപ്പോൾ അവരുടെ കണ്ണ് വിടർന്നു. ഇപ്പം നമ്മളോട് 2 നേരം ആഹാരം കഴിക്കാൻ കഴിയും, അതിനു വേണ്ടി പോരാടണമെന്ന് പറയേണ്ട കാര്യമില്ല. അതിനേക്കാൾ വലിയ കാര്യങ്ങൾക്കാണ് നമ്മൾ പോരാട്ടം നടത്തുന്നത്. 2 നേരമെങ്കിലും ആഹാരം കഴിക്കാൻ കഴിയാത്തവർ വളരെ വളരെ വിരളമാണ് കേരളത്തിൽ. കടബാധ്യതയുള്ളവരുണ്ട്, ഈ കിട്ടുന്ന കൂലി പോരാത്തവരുണ്ട്, വീട് നന്നാക്കാൻ കഴിയാത്തവരുണ്ട്, അതൊക്കെ ഉണ്ട്. അതൊന്നും തള്ളിക്കളയുകയല്ല. പക്ഷേ 1 നേരം 2 നേരമെങ്കിലും ആഹാരം കഴിക്കാൻ കഴിയാത്ത പട്ടിണി അതില്ല. പക്ഷേ പട്ടിണി കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വപ്നം കാണുന്ന സ്വർഗം എന്താണ്? സ്വർഗത്തെക്കുറിച്ച് പലരും പല രീതിയിലാണ് കാണുന്നത്. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്വർഗം എന്താ? ആഹാരം കഴിക്കാൻ കിട്ടുന്നൊരവസ്ഥയാണല്ലേ. നല്ല ഭക്ഷണം കഴിച്ച് നമ്മൾ നാട്ടിൻപുറത്ത് പറയും എല്ലിൽ കുത്തുക എന്നുള്ളത്, ഭക്ഷണം കഴിച്ചിട്ടല്ലേ. അതിനൊന്നും ഒരു മുടക്കമില്ലാത്ത വലിയ ധനികരാണെങ്കിൽ അവർ കാണുന്ന സ്വർഗം എന്താ? അവർ ഭക്ഷണത്തെക്കുറിച്ചൊന്നുമല്ല ചിന്തിക്കുക, അതിനേക്കാൾ മേൽപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കും. ഞാൻ പറയുന്നില്ല, ചിലരെല്ലാം സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് സ്ത്രീകളെ പോലും പരിഹസിക്കുന്ന രീതിയിലാണ്. അപ്പുറം ഇപ്പുറം സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ നിന്ന് വെഞ്ചാമരം വീശുന്ന ഒരു സ്വർഗത്തെക്കുറിച്ചൊക്കെ ചിലർ സ്വപ്നം കണ്ടു കളയും. അത് ധനികരായിട്ടുള്ള ആളുകളാണ്. സാധാരണക്കാർക്ക് അതൊന്നുമല്ല. അവർക്ക് ഭക്ഷണം, അവർക്ക് സമാധാനം, അത് കിട്ടണം, അതാണ് അവരുടെ സ്വർഗം. അപ്പോൾ AKG പറഞ്ഞു, 2 നേരം ഭക്ഷണം കിട്ടുന്ന ഒരു കാലം വരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കാലം വരും. പൊതുവഴിയിലൂടെ നമുക്കെല്ലാവർക്കും ഒരുപോലെ നടക്കാൻ കഴിയുന്ന ഒരു കാലം വരും. അതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. അപ്പോൾ തീരെ താല്പര്യമില്ലാതെ ആ മീറ്റിങ്ങിന് വന്നിരുന്ന ആ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ അവർ ഉടനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്കും വേണം, അങ്ങനെയാണെങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്കും വേണം. AKG പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ
വലിയ തോതിൽ സമരം ചെയ്യേണ്ടതായിട്ട് വരും. ബ്രിട്ടീഷുകാരുടെയും ഈ ജന്മിമാരുടെയും എല്ലാം മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങൾ സമരത്തിന് തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മരിച്ചു വീഴാൻ തയ്യാറാണ്. ഞങ്ങൾക്കിതൊന്നും അനുഭവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. പക്ഷെ ഞങ്ങളുടെ മക്കൾക്കെങ്കിലും നാളെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ ഞങ്ങൾ ഏത് സമരത്തിനും തയ്യാറാണ് എന്നവർ പറഞ്ഞു. അങ്ങനെയാണ് കൃഷിക്കാരും കർഷക തൊഴിലാളികളുമെല്ലാം സംഘടിച്ച് സമരം ചെയ്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒട്ടേറെ അവകാശങ്ങൾ നേടിയെടുത്തത്. ഇടുക്കിയുടെ മലനിരക്കുകളും അങ്ങനെ ആയിരുന്നല്ലോ. മണിയാശാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പാവപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഭൂവുടമകളോടും ഗുണ്ടകളോടും ഏറ്റുമുട്ടി എന്തു വലിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കിയുടെ പല മേഖലകളിലും മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചത്. വലിയ പോരാട്ടമാണ് നടന്നത്. മുൻപൊരിക്കൽ മണിയാശാൻ സ്ഥാനാർത്ഥിയായ ഉടനെ തന്നെ ഈ ടൗണിലെ ചില ഓട്ടോറിക്ഷക്കാരോട് ചില ചാനലുകൾ മൈക്ക് കൊണ്ടുവന്ന് കാണിച്ചിട്ട് എന്താണ് എം എം മണിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ആ പാർട്ടിക്കാരനല്ല. ശരി, എന്നാലും അഭിപ്രായം പറയൂ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ CPM അല്ല, പക്ഷേ എം എം മണി എന്ന ആളെക്കുറിച്ച്, ഞങ്ങളുടെ മണിയാശാനെ കുറിച്ച് ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. കാരണം ഇന്ന് ഞങ്ങൾക്കെല്ലാം ഇന്നത്തെ രീതിയിൽ ജീവിക്കാനുള്ള അവസരം കിട്ടിയത് മണിയാശാൻ അടക്കമുള്ള ആളുകളുടെ വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്നാണ് പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് ജനമനസ്സിലുണ്ടാകും. അത് വ്യക്തിയായാലും പ്രസ്ഥാനമായാലും മുന്നണിയായാലും എല്ലാം ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ അത് ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. ഇടതുപക്ഷം ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. ചിലർ പറയാറില്ല എല്ലാം കണക്കാണെന്ന്. ആര് വന്നാലും ഞങ്ങൾക്കൊക്കെ കണക്കന്നെ. കോൺഗ്രസ് വന്നാലും വേണ്ടില്ല, ഇടതുപക്ഷം വന്നാലും വേണ്ടില്ല. അങ്ങനെ പറയുന്ന കുറച്ച് ആളുകൾ ചെറുതോണിയിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? എങ്ങനെ കണക്കാവുക? ഇവിടെ 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നേരത്തെ പറഞ്ഞ പട്ടിണിയായിരുന്നല്ലോ. ആ പട്ടിണി മാറ്റി ഒരു തുണ്ട് ഭൂമിക്ക് അവകാശികളായി നമ്മളെ മാറ്റിയെടുത്തത് ആരാ? കോൺഗ്രസ്സാ? കോൺഗ്രസിന്റെ ഭരണകാലത്തല്ല. 57 ആദ്യമായി അധികാരത്തിൽ വന്ന EMSന്റെ ഗവൺമെന്റ് ആദ്യം ചെയ്തത് താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് പാവപ്പെട്ടവനെ നിഷ്കരുണം ജന്മിമാർ കുടിയൊഴിപ്പിക്കുന്ന ആ അവസ്ഥയ്ക്ക് പരിഹാരം കാണലാണ്. ആദ്യം കൊണ്ടുവന്ന നിയമം അതൊരു ഓർഡിനൻസായി കൊണ്ടുവന്നു. നിയമസഭയിൽ കൊണ്ടുപോയി ബില്ലായി ചർച്ച ചെയ്ത് ആക്റ്റായിട്ട് വരുമ്പോൾ ഇത്തിരി താമസിക്കും. അതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു 5-6 ദിവസമാകുമ്പോൾ സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ് കേരള നിയമസഭ, കേരള ലെജിസ്ലേച്ചറിൽ ആദ്യത്തെ നിയമം സാധാരണക്കാരായ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം പാസ്സാക്കിയത്. ആ നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഭൂമിയിൽ കാലൂന്നി നിന്ന് നട്ടെല്ല് നിവർത്തി നിന്ന് ഇതെൻ്റെ മണ്ണാണ് എന്ന് പറയാൻ തുടങ്ങിയത്. അത് അവിടം തൊട്ടാണ് നമ്മുടെ ജീവിതത്തിലെ പുരോഗതിയുടെ ആരംഭമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ആ ഗവൺമെൻറ്റിലെ മുണ്ടശ്ശേരി മാസ്റ്ററാണല്ലോ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ സ്കൂളുകൾ ആരംഭിക്കുന്നത്. നേരത്തെ ചില ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപിച്ചിട്ടുള്ള പള്ളിക്കൂടങ്ങൾ അപൂർവമായി പല പ്രദേശങ്ങളിലുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എറണാകുളത്ത് പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ചാവറ കുര്യാക്കോസ് അച്ഛനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു എല്ലാ പള്ളിയുടെയും കൂടെ പള്ളിക്കൂടവും സ്ഥാപിക്കണം. ആ പള്ളിക്കൂടത്തിൽ എല്ലാവരെയും ദളിത് കുട്ടികളെ അടക്കം എല്ലാവരും ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ നോക്കാതെ ഈ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കണം. പക്ഷെ അത് വളരെ അപൂർവമായിരുന്നു. അപൂർവം മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നു എല്ലാ ഗ്രാമങ്ങളിലും പ്രൈമറി സ്കൂളുകൾ. ഇന്ന് കേരളത്തിൻ്റെ സകല ഗ്രാമങ്ങളിലും LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അത് പൂർത്തിയായിട്ടില്ല. ആ ഗവൺമെൻറ്റിനെ 2.5 വർഷം മാത്രമല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസ്സുകാർ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അതിനെ പിരിച്ചുപിടിയിച്ചില്ലേ. പക്ഷേ അതിനുശേഷം എപ്പോഴെല്ലാം ഇടതുപക്ഷം വരുന്നു ഈ വിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, അന്ന് ഞാൻ നിയമസഭയിലുണ്ട് MLA ആയിട്ട്, പേരാവൂർ MLA ആയിട്ട്. നായനാർ പറഞ്ഞു നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂൾ ഇല്ല എങ്കിൽ ഒന്നുകിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ്, രണ്ടായാലും ഫീസില്ലാതെ പഠിക്കാം. അങ്ങനെ ഒരു സ്കൂൾ ഇല്ലെങ്കിൽ
നിങ്ങൾ അപേക്ഷിച്ചോളൂ, ഒരു പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂൾ ഈ ഗവൺമെൻറ് അനുവദിക്കും. ചില പഞ്ചായത്തുകളിൽ ഹൈസ്കൂൾ ഉണ്ടായിരുന്നില്ല, MLA മാർ അപേക്ഷിച്ചു, അന്ന് ഹൈസ്കൂളുകൾ കിട്ടി. പാവപ്പെട്ടവൻ്റെ കുട്ടി ഫീസില്ലാതെ ഹൈസ്കൂൾ വരെ പഠിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു. അതിനു മുമ്പ് UDF-കാർ വന്നിരുന്നു, അവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ ചെയ്യാൻ. തോന്നിയത് ഇടതുപക്ഷത്തിനാണ്. പിന്നീട് VS വന്നപ്പോഴാണ്, അപ്പോഴേക്കും പ്രൈമറി പ്രീ ഡിഗ്രി മാറ്റി സ്കൂളിലേക്ക് കൊണ്ടുവന്നിരുന്നു, ഹയർ സെക്കൻഡറി ആയിരുന്നു. അപ്പോൾ VS പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്കൂളിന് ഹയർ സെക്കൻഡറി ഇല്ലെങ്കിൽ ഇപ്പോൾ അപേക്ഷിച്ചോളൂ, ഹയർ സെക്കൻഡറി തരാം. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ നിയോജക മണ്ഡലത്തിൽ 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾ അന്ന് അനുവദിപ്പിക്കാൻ അവിടെ സാധിച്ചു. അതിൽ 3 എണ്ണവും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകളായിരുന്നു. ഗവൺമെൻറ് സ്കൂൾ 1 ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 3 എയ്ഡഡ് സ്കൂളുകളാണ്, പള്ളിക്കാർ നടത്തുന്ന സ്കൂളുകളാണ്. പക്ഷെ അത് എയ്ഡഡ് ആണ്. അവിടെ ഹയർ സെക്കൻഡറി അനുവദിച്ചു. ആ ഹയർ സെക്കൻഡറിയിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഫീസില്ലാതെ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ സാധിക്കുന്നു. പിണറായി സർക്കാർ വന്നപ്പോൾ അവിടെ നിന്നും പരിഷ്കരിച്ചു. ഈ LP സ്കൂളും UP സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറികളും ഒക്കെ മോസ്റ്റ് മോഡേൺ ആക്കിയിട്ട് മാറ്റണം. കോടിക്കണക്കിന് ഉറപ്പിക്കുകയാണ് കിഫ്ബി മുഖേന സ്കൂളുകൾ നന്നാക്കാൻ കൊടുത്തത്. LP സ്കൂളിന് 1 കോടി, UP സ്കൂളുകൾക്ക് 3 കോടി വരെ, ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും 10 കോടിയിലേറെ രൂപ കൊടുത്തുകൊണ്ട് ആ സ്കൂൾ കെട്ടിടങ്ങൾ ഏറ്റവും ആധുനികമാക്കി മാറ്റി. ഇങ്ങനെ ഇടതുപക്ഷം എപ്പോഴെല്ലാം വരുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ ഏറ്റവും സുന്ദരമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളെ മാറ്റി. ആശുപത്രികൾ, ഞാൻ ചെറുതോണിയിൽ നിന്നാണ് പറയുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇവിടെ മെഡിക്കൽ കോളേജ് നമ്മൾ യാഥാർത്ഥ്യമാക്കിയത്. UDF-കാർ അതിനു മുമ്പ് ഒരു ചെറിയ കെട്ടിടത്തിൽ മെഡിക്കൽ കോളേജ് തുടങ്ങി. മെഡിക്കൽ കോർപ്പറേഷന്, നമ്മുടെ കൗൺസിലിനെ, നാഷണൽ കൗൺസിലിൽ അവർ അപേക്ഷ കൊടുക്കുമ്പോൾ 1 വർഷം കൊണ്ട് ഇന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്ന് അഫിഡവിറ്റ് കൊടുത്തിട്ടാണ് ആ കോളേജിന് അംഗീകാരം അന്ന് കിട്ടിയത്. അന്ന് മെഡിക്കൽ കൗൺസിലിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പമായിരുന്നു അംഗീകാരം കിട്ടാൻ. അതെല്ലാം എഴുതി കൊടുത്തു. പക്ഷേ 1 വർഷം കഴിയുമ്പോൾ കേന്ദ്ര മെഡിക്കൽ കൗൺസിൽ ഇവിടെ വന്ന് പരിശോധിച്ചു, ഒന്നും ചെയ്തിരുന്നില്ല. കുട്ടികൾക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ല, ക്ലിനിക്കൽ പ്രാക്ടീസ് നടത്താൻ ആവശ്യമായ ക്ലിനിക്കൽ സൗകര്യങ്ങളില്ല. അംഗീകാരം റദ്ദാക്കി. 2016-ൽ LDF വരുന്ന സമയത്ത് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹതാശരായി രക്ഷിതാക്കളും കുട്ടികളുമെല്ലാം ഓടി വന്നു. അന്ന് മന്ത്രിയായിട്ട് ഞാൻ വന്ന സമയമായിരുന്നു. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, എന്തു ചെയ്യും, ഞങ്ങളുടെ ഭാവി പോയി, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. മെഡിക്കൽ കൗൺസിലിനോട് ഞങ്ങൾ പറഞ്ഞു, ഈ കുട്ടികൾ അവിടെ തുടരണം. അപ്പോൾ അവർ ചോദിച്ചു, അവരുടെ പ്രാക്ടിക്കൽ തുടങ്ങേണ്ട സമയമാണ്, അവിടെ ലാബുകളില്ലാതെ, അവിടെ സംവിധാനങ്ങളില്ലാതെ എങ്ങനെയാണ് ഡോക്ടർ ആവുക? അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല, തരില്ല എന്ന് പറഞ്ഞു. ഈ സൗകര്യം ഉണ്ടാക്കിയിട്ട് അപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടികളെ ഈ സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ 1-2 വർഷം എടുക്കുമല്ലോ. ഈ കുട്ടികൾ എന്തു ചെയ്യും? അപ്പോൾ ആലോചിച്ചു, മെഡിക്കൽ കൗൺസിലിൻ്റെ പ്രത്യേക അംഗീകാരം, അവരുടെ അംഗീകാരം മേടിച്ചെടുത്തിട്ട് ഈ കുട്ടികളെ കേരളത്തിലെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് വിന്യസിച്ചു. നിയമപരമായി തടസ്സമുണ്ടായിരുന്നു അതിന്. പക്ഷേ വലിയ നിർബന്ധം ചെലുത്തി ഈ കുട്ടികളുടെ ഭാവി ഇല്ലാതായി പോകുമെന്ന് കാണിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഓർഡർ സംഘടിപ്പിച്ചിട്ടാണ് ആ കുട്ടികളെ മറ്റ് മെഡിക്കൽ കോളേജുകാരെ നിർബന്ധിച്ചു. അവർക്ക് അംഗീകരിച്ച സീറ്റിനപ്പുറത്തേക്ക് ചേർക്കാൻ നിയമപരമായിട്ട് അവകാശമില്ല. പക്ഷേ ലീഗൽ ഒപ്പീനിയൻ എല്ലാം എടുത്ത് ആ കുട്ടികളുടെ ഭാവി പോകാതിരിക്കാൻ അവരെ അങ്ങോട്ടേക്ക് വിന്യസിക്കുകയാണെന്ന് ചെയ്തത്. പക്ഷെ തിരിച്ചു വരണമല്ലോ കുട്ടികൾക്ക്, ഇവിടെ വീണ്ടും കുട്ടികൾ ചേരണമല്ലോ. അപ്പോഴാണ് ഇവിടെ നിന്ന് എല്ലാവരും ആവശ്യപ്പെട്ടത്, നമ്മുടെ ജയചന്ദ്രൻ സഖാവ് ഇവിടെ മെഡിക്കൽ കോളേജ് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം. മണിയാശാൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഇന്നത്തെ മന്ത്രി റോഷി അഗസ്റ്റിനും അന്ന് MLA ആണ്, അന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെയല്ല. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മുടെ ജോയ്സ് MP നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം മെഡിക്കൽ കോളേജിന് വേണ്ടി തലയെറിഞ്ഞ് പ്രവർത്തിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം നിന്ന് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകണമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി വരികയും ചർച്ചയിൽ പങ്കെടുക്കുകയും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് റോഷി അഗസ്റ്റിൻ, അന്നത്തെ MLA, ഇന്നത്തെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മന്ത്രി. ഇവരെല്ലാം ചേർന്ന് എത്ര തവണ ഞങ്ങൾ ചർച്ച നടത്തി എന്നുള്ളത് ഞങ്ങൾക്കേ അറിയൂ. അതെല്ലാം എത്ര തവണ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടു. പക്ഷെ അവർ പറയും പശ്ചാത്തല സൗകര്യം വേണം.
അപ്പോഴാണ് സഖാവ് പിണറായി കേരളത്തിലെ വിദ്യാലയങ്ങളെയും മെഡിക്കൽ കോളേജുകളെയും എല്ലാം പരിഷ്കരിക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. മിഷനുകൾ, ആർദ്രം മിഷൻ ആരോഗ്യ മേഖലയിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ കെട്ടിടങ്ങളും ഉണ്ടാക്കണം. അതിന് ഈ പദ്ധതി വിഹിതം കിട്ടുന്നത് കൊണ്ടൊന്നും തികയില്ല. കേന്ദ്രം നമ്മളോട് വലിയ അലംഭാവമാണ് കാണിക്കുന്നത്. നമ്മുടെ പണം അങ്ങോട്ട് പിരിച്ചെടുത്താൽ അത് ഇങ്ങോട്ട് തരാതെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉള്ളപ്പോഴും ഇപ്പം BJP ഉള്ളപ്പോഴും. അപ്പോൾ അത് വെച്ചിട്ട് മെഡിക്കൽ കോളേജിനൊന്നും ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് കിഫ്ബി വഴി ദീർഘകാല വായ്പയെടുത്ത് ഈ പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. 50,000 കോടിയുടെ വായ്പയെടുത്തിട്ട് കേരളത്തിലെല്ലാ മെഡിക്കൽ കോളേജും എല്ലാ റോഡുകളും എല്ലാ വിദ്യാലയങ്ങളും ഒക്കെ നന്നാക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ് തീരുമാനിച്ചത്. അതിന് ഓരോ വർക്കിനായിട്ട് AS കൊടുത്തു വരുമ്പോൾ ഇപ്പോൾ 93,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ മണ്ണിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റമൊന്നുമല്ല ഉണ്ടാക്കുക. നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചില്ലേ? എന്താണ് വ്യത്യാസമെന്ന് ചിലർ ചോദിക്കുന്നില്ലേ? ഇതാണ് വ്യത്യാസം. അന്ന് കിഫ്ബിയിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊടുത്തു. ഞങ്ങളെല്ലാം ഈ പറഞ്ഞ എല്ലാവരും ഇരുന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് കിഫ്ബിക്ക് സമർപ്പിച്ചു, അംഗീകാരം നേടിയെടുത്തു. വലിയ തുകയാണ് അന്ന് കിട്ടിയത്. 300 കോടിയിലേറെ രൂപ അന്ന് ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി കിട്ടി. 286 തസ്തികകൾ ഇടുക്കി മെഡിക്കൽ കോളേജിന് വേണ്ടി സൃഷ്ടിച്ചു. ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കെട്ടിടങ്ങൾ പൂർത്തിയാക്കി, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ അപേക്ഷ കൊടുത്തപ്പോൾ മെഡിക്കൽ കൗൺസിലിൻ്റെ ആളുകൾ പരിശോധിച്ചു. പിണറായി സർക്കാരിൻ്റെ കാലമാകുമ്പോഴേക്കും ഇടുക്കി മെഡിക്കൽ കോളേജിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടി. നമ്മൾ കുട്ടികളെ പ്രവേശിക്കുകയും ചെയ്തു. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത്. എന്തൊരു വലിയ മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എത്ര കോടികളാണ് LDF ഗവൺമെൻറ് ആരോഗ്യരംഗത്ത് മുടക്കിയിട്ടുള്ളത്. ആരോഗ്യരംഗത്ത് ഇത് മാത്രമല്ല, ഇവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചു. അന്നത്തെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അതായത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റികളെ താഴേക്ക് കൊണ്ടുവരണം മെഡിക്കൽ കോളേജുകളിൽ നിന്ന്. കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി ഇതിനെ താഴേക്ക് കൊണ്ടുവരണം എന്നാണ് തീരുമാനിച്ചത്. ജില്ലാ തലത്തിലേക്ക്, ജില്ലാ ആശുപത്രികളിലേക്ക്. ജില്ലാ ആശുപത്രികൾക്ക് കാത്ത് ലാബ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ചിലർ പറഞ്ഞു, അയ്യോ എന്താ ഇത്, കാർഡിയോളജിസ്റ്റിനെ കിട്ടുമോ? മെഡിക്കൽ കോളേജിൽ തന്നെ പ്രയാസമാണ്, എന്നിട്ടാണോ നിങ്ങൾ ജില്ലാ ആശുപത്രിയിൽ? ഞാൻ അവരോട് പറഞ്ഞു, വലിയ ഹൃദയമാറ്റ ശസ്ത്രക്രിയൊന്നും അല്ല ജില്ലാ തലത്തിൽ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ മെഡിക്കൽ കോളേജിലാവാം. പക്ഷേ ഒരു നെഞ്ചുവേദന വന്ന് ഹാർട്ട് അറ്റാക്ക് വരാൻ പാകത്തിൽ ഒരു പേഷ്യൻ്റ് വലയുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും ആ പേഷ്യൻ്റ് മരിച്ചു പോകും. ജില്ലാ ആശുപത്രിയിൽ ഒരു കാത്ത് ലാബ് ഉണ്ടെങ്കിൽ അവിടെ ആൻജിയോഗ്രാം ചെയ്യാം, പ്രശ്നം മനസ്സിലാക്കാം, ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് തൽക്കാലം രോഗം ഭേദപ്പെടുത്താൻ, ബ്ലോക്കൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. എന്നിട്ട് വലിയ ഓപ്പറേഷൻ വേണമെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയാൽ മതി. ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബ് ഇവിടെയും, ഇവിടുത്തെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജുമായി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആ ആശുപത്രിയിലടക്കം കാത്ത് ലാബ് തുടങ്ങാൻ നമുക്ക് സാധിച്ചത്, ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യാൻ സാധിച്ചത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ്. അത് 100 കണക്കിന് രോഗികൾക്ക് ഗുണം ചെയ്തിട്ടുമുണ്ട്, അവരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്ട്രോക്ക് യൂണിറ്റുകൾ, പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നു പോകുന്നു, പരാലിസിസ് വരുന്നു. സ്ട്രോക്ക് തുടങ്ങുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്തൊരു നല്ല ആശുപത്രിയിൽ അവരെ സുസ്ഥിരമാക്കാൻ, റിസ്റ്റേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചാൽ സ്ട്രോക്കിൻ്റെ ആഘാതം ഒഴിവാക്കാൻ സാധിക്കും, രോഗി മരിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്ട്രോക്ക് യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. നെഫ്രോളജി ശക്തമാക്കാൻ തീരുമാനിച്ചു. ഈ 2016 പിണറായി സർക്കാർ വരുമ്പോൾ ഡയാലിസിസ് എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നമുക്കാണെങ്കിൽ കിഡ്നിക്ക് തരക്കേടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം. നമ്മുടെ തീരുമാനം അനുസരിച്ചാണ് ഇന്ന് താലൂക്ക് ഹോസ്പിറ്റലടക്കം ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാൻ നമ്മൾ തീരുമാനിക്കുകയും ആയിരക്കണക്കിന് രോഗികൾക്ക് അതിൻ്റെ ഗുണം അനുഭവിക്കുകയും ചെയ്യാൻ സാധിച്ചത്. ഞാനിതെല്ലാം വിസ്തരിച്ച് പറയുകയല്ല. ഓരോ ഗവൺമെൻറ് വരുമ്പോഴും ജനങ്ങളുടെ കൂടെ നിന്നു. അവസാനം 2021 2ാം പിണറായി സർക്കാർ വന്നു.
ആ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പേ എല്ലാവരെയും സഹായിച്ചിട്ടാണ് പോയത്. നമ്മുടെ ക്ഷേമ പെൻഷനുകൾ 62 ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം കുടുംബത്തിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള പെൻഷൻ കിട്ടുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. 2000 രൂപ, ചില വീട്ടിൽ 2000 അല്ല 2 പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. 4000 രൂപ കിട്ടും. ആ 4000 2000 രൂപ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എത്രമാത്രം ഉപയോഗപ്രദമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല.